നമസ്കാരം. ഔട്ട്ലുക്ക് മാസികയുടെ സ്പീക്ക് ഔട്ട് അവാർഡും സ്ത്രീശക്തി അവാർഡും നേടിയിട്ടുള്ള ആദിവാസി സമുദായത്തിൽപ്പെട്ട മൈലമ്മ 1937 ഓഗസ്റ്റ് 10 മുതലമട പഞ്ചായത്തിൽ അട്ടയാമ്പതിയിലെ രാമൻ കുറുമ്പാട്ട ദമ്പതികളുടെ മകളായി ജനിച്ചു. മൈലമ്മ വിജയനഗർ കോളനിയിലെ സാധാരണ വീട്ടമ്മ മാത്രമായിരുന്നു. ഇരുളർ ഗോത്രത്തിൽപ്പെട്ട ആദിവാസി കുടുംബമാണ് മൈലമ്മയുടേത്. കോളവിരുദ്ധ സമരത്തിലൂടെ ലോകശ്രദ്ധയാകർഷിച്ച മൈലമ്മ വിവാഹശേഷമാണ് പ്ലാച്ചിമട ഉൾക്കൊള്ളുന്ന പെരുമാട്ടി പഞ്ചായത്തിലെത്തിയത്. 2002 ഏപ്രിൽ 22 മുതൽ കമ്പനിക്ക് മുന്നിൽ കുടിൽ കെട്ടിയായിരുന്നു പ്രതിഷേധ സമരം. അന്നു മുതൽ കൊക്കക്കോള കമ്പനിക്കെതിരെ സമരത്തിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും നീണ്ട സമരമാണ് പ്ലാച്ചിമട സമരം. കൊക്കക്കോള കമ്പനി പ്ലാച്ചിമടയിൽ 1997 ഫാക്ടറി സ്ഥാപിച്ചത്. താമസിയാതെ ഭൂഗർഭജലം വറ്റിത്തുടങ്ങുകയും പരിസരവാസികളുടെ കുടിവെള്ളം മലിനമാകുകയും ചെയ്തു. ഈ ഭാഗത്ത് പ്രധാനമായും വസിച്ചിരുന്നത് ആദിവാസികളായിരുന്നു. അവർ 2002 ഏപ്രിൽ 22 മൈലമ്മയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മകമായി സമരം ആരംഭിക്കുകയും ഫാക്ടറിയുടെ വാതിൽ ഉപരോധിക്കുകയും ചെയ്തു. പഞ്ചായത്ത് ഫാക്ടറിയുടെ ലൈസൻസ് റദ്ദ് ചെയ്ത് സമരക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടെ കമ്പനി നിയമപരമായി സ്റ്റേ വാങ്ങിക്കുകയും പോരാട്ടം കൂടുതൽ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി സുപ്രീം കോടതി വരെ എത്തിക്കുകയും ചെയ്തു. എന്നാൽ കമ്പനി സംസ്ഥാന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയും പഞ്ചായത്തിൻ്റെയും ഇടപെടൽ മൂലം അടച്ചുപൂട്ടേണ്ടി വന്നു. അന്തർദേശീയവും ദേശീയവുമായ നേതാക്കൾ പലരും മൈലമ്മയെ സപ്പോർട്ട് ചെയ്ത് പ്ലാച്ചിമടയിലെത്തി. കേരളത്തിൻ്റെ മുൻ വനം വകുപ്പ് മന്ത്രിയും വാഗ്മിയും എഴുത്തുകാരനും എം.പിയും സർവോപരി മനുഷ്യസ്നേഹിയും പ്രകൃതി സ്നേഹിയുമായിരുന്ന ശ്രീ എം.പി. വീരേന്ദ്രകുമാറിൻ്റെ അകമഴിഞ്ഞ സഹായം മൈലമ്മയുടെ സമരശ്രമങ്ങൾക്ക് ലഭിച്ചിരുന്നു. മൈലമ്മ ഓർമ്മയായിട്ട് നാളെ 19 വർഷം തികയുകയാണ്. ശുദ്ധമായ കുടിവെള്ളത്തിൻ്റെ ലഭ്യത എത്രത്തോളമാണെന്ന് രാജ്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ജലം ജീവവായു പോലെ അമൃതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ജയ് ഹിന്ദ്.